ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു അവൽ വിളയിച്ചത് ചെയ്താലോ. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മട്ടയുടെ അവലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു കപ്പ് ശർക്കരയാണ്. ഇത് ശർക്കര പൊടിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് ശർക്കര പാനി ഉണ്ടാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ടും കപ്പലണ്ടിയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കപ്പലണ്ടി ചേർത്താൽ മതി. പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഈ കാഷ്യൂനട്ട് ഞാൻ പകുതി ആക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും നെയ്യും കൂടിയും വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 2-3 കളറിലുള്ള മുന്തിരിയായിട്ട് എടുത്താണ് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മുന്തിരി ആയിട്ടുണ്ട്. നമുക്ക് മുന്തിരി എടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ കപ്പലണ്ടിയും രണ്ടും ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും കപ്പലണ്ടിയും നന്നായി വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരം വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവൽ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ മധുരം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മധുരം നല്ല പാകത്തിനാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശർക്കര കൂടുതൽ എടുത്താൽ മതി. ഇത് പക്ഷേ നല്ല പാകത്തിന് മധുരം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, അതുപോലെ തന്നെ കപ്പലണ്ടി, ഈ 3 ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണേ. താങ്ക്